മാൻ, പന്നി, മുയല് തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടി അതിന്റെ മാംസം കൊണ്ടാണ് പാണ്ഡവന്മാർ ബ്രാഹ്മണരെ സംരക്ഷിച്ച് വന്നിരുന്നത്. കാമികവനത്തിൽ ധാരാളം ദുഷ്ടമൃഗങ്ങളും ഉണ്ടായിരുന്നു. അവ പലപ്പോഴും അവിടെ താമസിച്ചിരുന്ന താപസ്വികളെയും ബ്രാഹ്മണരെയും ശല്യപ്പെടുത്തുമായിരുന്നു. ആകയാൽ അതിൽ കുറച്ചെണ്ണത്തിനെയെങ്കിലും നിഗ്രഹിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരു ദിവസം യുധിഷ്ഠിരൻ ഉൾപ്പെടെ എല്ലാ പാണ്ഡവരും കാടിന്റെ 4 വശത്തും ഒരേ സമയത്ത് കേന്ദ്രീകരിച്ച് വേട്ടയാടുന്നതിന് തീരുമാനിച്ചു. പാഞ്ചാലിയെ ധൗമ്യന്റെ സംരക്ഷണത്തിലാക്കിയിട്ട് 5 പേരും നായാട്ടിന് പോയി. അവർ നായാട്ടിന് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സംഘം രാജാക്കന്മാർ ഘോഷയാത്രയായി അതുവഴി വന്നു. അവർ ഒരു സ്വയംവരത്തിന് പോയി മടങ്ങുകയായിരുന്നു. സിന്ധു രാജാവായ ജയദ്രഥനായിരുന്നു സംഘത്തിന്റെ നേതാവ്. ഇദ്ദേഹം ദുര്യോധനന്റെ സഹോദരിയായ ദുഷള്ളയുടെ ഭർത്താവായിരുന്നു. ആന, കുതിര, രഥം തുടങ്ങിയ ആർഭാടങ്ങളോടെ കോലാഹലത്തോടെയാണ് സൈന്യങ്ങളും രാജാക്കന്മാരും യാത്ര ചെയ്തിരുന്നത്. അവർ പാണ്ഡവാശ്രമത്തിന്റെ മുന്നിൽ കൂടി പോകുമ്പോഴുണ്ടായ ശബ്ദം ആശ്രമത്തിനകത്തായിരുന്ന ദ്രൗപദിയെ ആകർഷിച്ചു. അതെന്തെന്നറിയുവാനുള്ള ജിജ്ഞാസയോടെ അവൾ ആശ്രമ കവാടത്തിൽ വന്നു നിന്നു. വർണ്ണശബളവും ആഡംബരപൂർണവുമായ ഘോഷയാത്ര കണ്ടപ്പോൾ അവൾ കൗതുകത്തോടെ അത് നോക്കി നിന്നു. രാജാക്കന്മാരെ എല്ലാം അവൾ കണ്ടു. അസാമാന്യമായ സൗന്ദര്യമുള്ള അവളെ എല്ലാവരും നിർമ്മേഷരായി നോക്കി നിന്നു. ഇത്രത്തോളം അഴകുള്ള ഒരു അങ്കനയെ അവരാരും അതിനു മുമ്പ് കണ്ടിരുന്നില്ല. അത്രത്തോളം വശ്യവും ആകർഷണീയവുമായ അംഗലാവണ്യം അവൾക്കുണ്ടായിരുന്നു. അവൾ ആരാണെന്നറിയുവാനുള്ള ആഗ്രഹം ജയദ്രഥനുണ്ടായി. അവൻ തന്നോടൊപ്പം ഉണ്ടായിരുന്ന കോടികാസന്യൻ എന്ന രാജാവിനെ അവളെപ്പറ്റി അന്വേഷിച്ചു വരുവാൻ അറിയിച്ചു. കോടികാസ്യൻ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി പാഞ്ചാലിയെ സമീപിച്ചു. അവളെയും അവളുടെ സൗന്ദര്യത്തെയും പുകഴ്ത്തി. അതിനുശേഷം താൻ ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുള്ള രാജാക്കന്മാർ ആരൊക്കെയാണെന്ന് വർണ്ണിച്ചു. അക്കൂട്ടത്തിൽ 12 രാജാക്കന്മാർ സേനാധിപത്യം വഹിച്ച് അനുഗമിക്കുന്ന വീരശൂര പരാക്രമനായ ജയദ്രഥന്റെ കാര്യവും പറഞ്ഞു. അനന്തരം അവളെപ്പറ്റിയുള്ള അന്വേഷണം നടത്തി. അവൾ ആരെന്നും എന്തിന് കാട്ടിൽ വന്നെന്നും അവളുടെ ഭർത്താവാരെന്നും ഏതാണ് കുലമെന്നും മറ്റുള്ള വിവരങ്ങൾ ആരാഞ്ഞു. കുലീനത്വം ഇല്ലാതെയുള്ള കോടികാസിന്റെ സംസാരവും നോട്ടവും മറ്റും കണ്ടപ്പോൾ പാഞ്ചാലിക്ക് അവനോട് വെറുപ്പാണുണ്ടായത്. അവൾ പറഞ്ഞു, നിന്നെ പോലെയുള്ളവരോട് എന്നെ പോലെയുള്ളവർ നേരിട്ട് നിന്ന് സംസാരിക്കുന്നത് ശരിയല്ല. എന്നാൽ നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ ഇവിടെ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ദ്രുപദ രാജാവിന്റെ പുത്രിയായ ദ്രൗപദിയാണ് ഞാൻ. ഗാണ്ഡവപ്രസ്ഥത്തിൽ രാജ്യം ഭരിച്ചിരുന്ന പ്രസിദ്ധരായ പാണ്ഡവരാണ് എൻ്റെ ഭർത്താക്കന്മാർ. അവർ നായാട്ടിന് പോയിരിക്കുകയാണ്. ഉടൻ മടങ്ങിയെത്തും. അവർ സൽക്കരപ്രിയന്മാരാണ്. നിങ്ങളെല്ലാം അവരുടെ സൽക്കാരം കൊണ്ടിട്ട് പോയാൽ മതി. ദ്രൗപദി ഇത്രയും പറഞ്ഞിട്ട് ആശ്രമത്തിനുള്ളിലേക്ക് പോയി. കോടികാസ്യൻ ജയദ്രഥന്റെ അടുത്തെത്തി പാഞ്ചാലി പറഞ്ഞതൊക്കെ അറിയിച്ചു കൊടുത്തു. ഇത് കേട്ടയുടൻ ജയദ്രഥൻ ആശ്രമത്തിലേക്ക് നടന്നു. ചെന്നായി സിംഹക്കൂട്ടിൽ കയറുന്നത് പോലെ ജയദ്രഥൻ ആശ്രമത്തിനുള്ളിലേക്ക് കടന്നു. താൻ ദുഷള്ളയുടെ ഭർത്താവായ ജയദ്രഥനാണെന്ന് അവൾ പാഞ്ചാലിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ദുഷള്ള പാണ്ഡവന്മാരുടെയും സഹോദരിയാണല്ലോ. ആ നിലയ്ക്ക് ജയദ്രഥൻ പാണ്ഡവർക്കും സാലിനാണ്. അദ്ദേഹത്തെ സൽക്കരിക്കേണ്ടത് കേവല മര്യാദയാണ്. അവൾ ജയദ്രഥനോട് കുശലപ്രശ്നം ചെയ്തിട്ട് പെട്ടെന്ന് പ്രാതൽ ഒരുക്കി കൊടുക്കാമെന്ന് അറിയിച്ചു. ജയദ്രഥൻ പറഞ്ഞു, പ്രാതലൊന്നും ഇപ്പോൾ ആവശ്യമില്ല. ഭവതി എന്നോടൊപ്പം തേരിൽ കയറുക. ഐശ്വര്യം നശിച്ച പാണ്ഡവന്മാരുടെ ഭാര്യയായി ഇവിടെ കിടന്ന് നീ ബുദ്ധിമുട്ടുന്നത് എന്തിനാണ്? എന്നോടൊപ്പം വരിക. എൻ്റെ ഭാര്യയായി സുഖിക്കാം. ജയദ്രഥന്റെ വാക്കുകൾ കേട്ട പാഞ്ചാലി കോപം കൊണ്ട് വിറച്ചു. അവളുടെ കണ്ണു ചുവന്നു. ജയദ്രഥനെ കണക്കിന് ശകാരിച്ചു. പാണ്ഡവന്മാരുടെ വീരപദാനങ്ങളെക്കുറിച്ച് അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, വാഴ, ചൂരൽ, മുള മുതലായത് പൂത്താൽ അതിൻ്റെ കഥ കഴിയും. തൻ്റെ ഗർഭം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഞണ്ണിൻ്റെ ജീവിതം അവസാനിക്കും. അതുപോലെ നിനക്കെന്നിൽ ആഗ്രഹമുണ്ടായതോടുകൂടി നിന്റെ നാശവും അടുത്തിരിക്കുന്നു. പക്ഷേ ജയദ്രഥന് ഒരു കുലക്കവും ഉണ്ടായിരുന്നില്ല. ദുര്യോധനാദികളോട് തോറ്റ് വനവാസം നടത്തുന്ന പാണ്ഡവന്മാർ മൂഢന്മാരും കഴിവില്ലാത്തവരുമാണെന്നായിരുന്നു ജയദ്രഥന്റെ വിചാരം. പാണ്ഡവന്മാരുടെ പരാക്രമങ്ങളൊന്നും പറഞ്ഞ് തന്നെ ഭയപ്പെടുത്തേണ്ടെന്ന് ഗർജിച്ചുകൊണ്ട് അവൻ പാഞ്ചാലിയെ കടന്നു പിടിച്ചു. ചീ ദുഷ്ട, എന്നെ തുടരുത് എന്ന് പറഞ്ഞതുകൊണ്ട് പാഞ്ചാലി അവനെ ശക്തിയായി തള്ളി. അപ്രതീക്ഷിതമായ തട്ടുകൊണ്ട് അവൻ തെറിച്ചു വീണു. എങ്കിലും ഉടൻ തന്നെ വീണ്ടും എഴുന്നേറ്റ് ദ്രൗപദിയെ ബലമായി പിടിച്ച് തേരിൻ്റെ അടുത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഇത് കണ്ട് ധൗമ്യൻ ഞെട്ടിപ്പോയി. ധൗമ്യൻ അവിടേക്ക് ഓടിയെടുത്തു.
പാഞ്ചാലിയെ വിടുവാൻ പറഞ്ഞിട്ടും കൂട്ടാക്കിയില്ല. പാഞ്ചാലിയെ തേരിലേറ്റി അവൻ സ്ഥലം വിട്ടു. ധൗമ്യൻ കാലാൾ പടയോടൊപ്പം തേരിന്റെ പിന്നാലെ പോയി. ആ സംഭവം കണ്ടുകൊണ്ടു നിന്നിരുന്ന തപസ്വികളും ബ്രാഹ്മണരും കഠിനമായി വ്യസനിച്ചു. മധ്യാഹ്നമായപ്പോൾ 4 ഭാഗങ്ങളിലായി വേട്ടയാടിക്കൊണ്ടിരുന്ന പാണ്ഡവന്മാർ ഒരുമിച്ച് കൂടി. പല ദുർലക്ഷണങ്ങളും കണ്ടു. എന്തോ ആപത്തുണ്ടെന്ന് യുധിഷ്ഠിരന് തോന്നി. അവരെല്ലാം ആശ്രമത്തിലേക്ക് മടങ്ങി. ആശ്രമത്തിലെത്തിയപ്പോൾ ബ്രാഹ്മണരും മറ്റും വളരെ പരിതാപത്തോടുകൂടി നിൽക്കുന്നതാണ് കണ്ടത്. അവരോട് കാര്യങ്ങൾ ആരാഞ്ഞു. കൃഷ്ണാദേവിയെ ജയദ്രഥൻ പിടിച്ചുകൊണ്ടുപോയെന്ന വിവരം അവരിൽ നിന്നറിഞ്ഞു. വായുവിനേക്കാൾ വേഗത്തിൽ പാണ്ഡവന്മാർ കുതിച്ചു. അധികം പോകുന്നതിനു മുമ്പ് തന്നെ ജയദ്രഥനെയും സൈന്യത്തെയും വിദൂരത്ത് കണ്ടു. യുധിഷ്ഠിരൻ ശംഖനാദം മുഴക്കി. ഭീമൻ അട്ടഹസിച്ചു. അർജുനൻ ഞാണൊളി പുറപ്പെടുവിപ്പിച്ചു. ഇത് കേട്ട് ജയദ്രഥനും കൂട്ടരും നടുങ്ങി. അവരെല്ലാം തിരിഞ്ഞു നിന്ന് പാണ്ഡവരോട് പോരിന് സന്നദ്ധരായി. പാണ്ഡവന്മാർ അവരോട് ഏറ്റുമുട്ടി. അർജുനൻ ഗാണ്ഡീവത്തിൽ നിന്ന് അസ്ത്രങ്ങൾ തെരുതെരെ വർഷിച്ചു. ഭീമന്റെ ഗദ പോർക്കളം മുഴുവൻ പാഞ്ഞു. നകുല സഹദേവന്മാർ വാളുകൊണ്ടാണ് പോരാടിയത്. നിമിഷങ്ങൾ കൊണ്ട് ജയദ്രഥന്റെ ഭടന്മാരിൽ ഒരു വലിയ വിഭാഗം ചത്തൊടുങ്ങി. മറ്റുള്ളവൻ ജീവൻ കൊണ്ടു ഓടി. ജയദ്രഥന്റെ കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരിൽ പലരും മരിച്ചു. ശേഷിച്ചവർ ഓടി ഒളിച്ചു. രക്തം ഇവിടെയെല്ലാം പുഴ പോലെ ഒഴുകി. ശവങ്ങൾ കുന്നുകൂടി. ജയദ്രഥന്റെ രഥം അർജുനന്റെ അമ്പുകളേറ്റ് ഛിന്ന ഭിന്നമായി പോയി. ഗത്യന്തരമില്ലാതെ അവൻ ഇറങ്ങി ഓടി. ഭീമൻ പാഞ്ചാലിയെ കൂട്ടിക്കൊണ്ടുവന്ന് തങ്ങളുടെ തേരിൽ കയറ്റി. യുധിഷ്ഠിരനെയും നകുല സഹദേവന്മാരെയും ധൗമ്യനോടും കൂടി തേരിൽ കയറ്റി ആശ്രമത്തിലേക്ക് മടക്കി അയച്ചു. ആശ്രമത്തിലേക്ക് മടങ്ങുമ്പോൾ യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു, ഉണ്ണി, ജയദ്രഥൻ ദുഷ്ടനാണെങ്കിലും നീ അവനെ കൊല്ലരുത്. നമ്മുടെ സഹോദരിയായ ദുഷളയെയും വലിയമ്മയായ ഗാന്ധാരിയെ നീ ഓർക്കണം. എന്നാൽ പാർശ്വതിക്ക് യുധിഷ്ഠിരന്റെ ഈ നിർദ്ദേശം സ്വീകാര്യമായില്ല. പാഞ്ചാലി ഇങ്ങനെ തന്നെ പറഞ്ഞു, അവനെ കൊല്ലുക തന്നെ വേണം. അവൻ പാപിയും ദുർബുദ്ധിയും കുലദ്രോഹിയുമാണ്. ഭാര്യയെ അപഹരിച്ച ശത്രുവിനോട് ദയ കാണിക്കരുത്. അവനെ കൊല്ലുക തന്നെ വേണം. ഭീമനും അർജുനനും കൂടി കുതിരപ്പുറത്ത് കയറി ജയദ്രഥനെ തേടി പാഞ്ഞു. കുറച്ചു ദൂരം ചെന്നപ്പോൾ അവനെ കണ്ടുകെട്ടി. അർജുനൻ ഒരമ്പയിച്ച് അവന്റെ കുതിരയെ വീഴ്ത്തി. കുതിരപ്പുറത്തു നിന്ന് തെറിച്ചു വീണ ജയദ്രഥനെ ഭീമൻ ഓടിച്ചെന്ന് പിടികൂടി. അപ്പോൾ തന്നെ ശരിക്കും മർദ്ദിച്ചു. വീണ്ടും മർദ്ദിക്കുവാൻ തുടങ്ങിയപ്പോൾ അർജുനൻ തടഞ്ഞു. അവനെ കൊല്ലരുതെന്നും ധർമ്മപുത്രൻ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യം ഭീമനെ ഓർപ്പിപ്പിച്ചു. എന്നാൽ ഭീമന് അർജുനൻ തടഞ്ഞത് തീരെ ഇഷ്ടപ്പെട്ടില്ല. കൃഷ്ണയെ അപഹരിച്ച ഇവൻ മരണത്തിന് അർഹനാണ്. ജ്യേഷ്ഠൻ എപ്പോഴും കൃപ കാണിക്കുന്നു. നീയും അതനുസരിച്ച് എന്നെ വിലക്കുന്നു. ഞാൻ പിന്നെ എന്തു ചെയ്യും? ഭീമൻ നിസ്സഹായനായി പറഞ്ഞു. ഭീമൻ ഏതായാലും ജയദ്രഥനെ കൊന്നില്ല. അവന്റെ മുടി 5 ഇടങ്ങളിൽ നിർത്തി 5 കുടമുകടുകൾ ഉണ്ടാക്കി. ബാക്കിയെല്ലാം വടിച്ചു കളഞ്ഞ് വികൃത രൂപനാക്കി. ദ്രൗപദിയുടെ മുമ്പാകെ എത്തുമ്പോൾ ഞാൻ നിന്റെ ദാസനാണെന്ന് അവളോട് പറയണമെന്ന് ഭീമൻ ജയദ്രഥനോട് ആജ്ഞാപിച്ചു. അപ്രകാരം ചെയ്യാമെന്ന് ജയദ്രഥൻ സമ്മതിക്കുകയും ചെയ്തു. ജയദ്രഥനെ ബന്ധിച്ച് തേരിൽ കയറ്റി ഭീമനും അർജുനനും കൂടി ആശ്രമത്തിലെത്തി. അവനെ ധർമ്മപുത്രരുടെ മുമ്പാകെ കാഴ്ചവെച്ചു. അവന്റെ വികൃതവേഷം കണ്ടപ്പോൾ ധർമ്മപുത്രൻ പോലും ചിരിച്ചുപോയി. യുധിഷ്ഠിരൻ പറഞ്ഞു, ഭീമ, ഇവനെ വിട്ടയക്കൂ. ഭീമൻ ഒന്നും പറഞ്ഞില്ല. അവൻ സമീപത്ത് നിന്ന പാഞ്ചാലിയെ നോക്കി. ജയദ്രഥനെ കൊല്ലണമെന്നായിരുന്നല്ലോ അവൾ നേരത്തെ നിർദ്ദേശിച്ചിരുന്നത്. ജയദ്രഥനെ മോചിപ്പിക്കുന്നത് തനിക്ക് സമ്മതമാണോ എന്ന് ഭീമൻ നോക്കിയതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കിയ പാഞ്ചാലി ധർമ്മപുത്രരുടെ അഭിപ്രായത്തെ ആദരിച്ച് ഭീമനോട് പറഞ്ഞു, ഭവാൻ പഞ്ചശിക വായിപ്പിച്ച ഇവനെ വിട്ടയപ്പിക്കുക. ലജ്ജിച്ച് പരിങ്ങി നിന്ന ജയദ്രഥനെ ഭീമൻ തുറിച്ചു നോക്കി. ഉടൻ ഭീതിയോടെ അവൻ ദ്രൗപദിയെ നോക്കി പറഞ്ഞു, ഞാൻ ഭവതിയുടെ ദാസനാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു, ജയദ്രഥ, ഇനിമേലിൽ നീ ഇത്തരം അവിവേകം കാണിക്കരുത്. നീ ഇപ്പോൾ സ്വതന്ത്രനായിരിക്കുന്നു. നിനക്ക് മംഗളം ലഭിക്കട്ടെ. ലജ്ജിച്ച് കുനിഞ്ഞു നിന്നിരുന്ന ജയദ്രഥൻ യുധിഷ്ഠിരനെ വണങ്ങിയിട്ട് അവിടെ നിന്ന് പോയി. പാണ്ഡവന്മാരുടെ കയ്യിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ജയദ്രഥൻ അപമാനഭാരം കൊണ്ട് വിഷണ്ണനായിരുന്നു. താൻ ചെയ്ത തെറ്റുകൊണ്ടാണ് തനിക്കിങ്ങനെ ദുർഗതി ഉണ്ടായതെന്ന വിചാരമേ അവനുണ്ടായിരുന്നില്ല. തന്നെ അപമാനിച്ച പാണ്ഡവരോട് ഒടുങ്ങാത്ത പക അവന്റെ മനസ്സിൽ കത്തിജ്വലിക്കുകയായിരുന്നു. അവരെ നശിപ്പിക്കുവാനുള്ള മാർഗത്തെപ്പറ്റി മാത്രമായിരുന്നു അവന്റെ ചിന്ത. അങ്ങനെ അവൻ പരമശിവനെ തപസ് ചെയ്യുവാൻ തീരുമാനിച്ചു. ഗംഗാദ്വാരത്തിലെത്തി തപസ് ആരംഭിച്ചു. കഠിനമായിരുന്ന തപസ്സായിരുന്നു അത്. ഏതാനും മാസത്തെ ഉഗ്രമായ തപസ്സിന്റെ ഫലമായി പരമശിവൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷനായി. സിന്ധു രാജാവ് സന്തുഷ്ടനായി. അവൻ രുദ്രനെ സ്തുതിച്ചു. പാണ്ഡവന്മാരെ ജയിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഭഗവാൻ നീലകണ്ഠൻ ഇത് കേട്ടപ്പോൾ എന്താണ് വേണ്ടതെന്ന് ആലോചിച്ചു. അജയ്യരായ പാണ്ഡവന്മാരെ ജയിക്കുവാൻ ആർക്കും സാധ്യമല്ല.
ഈ നിലയ്ക്ക് എങ്ങനെയാണ് ജയദ്രഥൻ ആവശ്യപ്പെട്ട വരം കൊടുക്കുന്നത്? എങ്കിലും തന്നെ കഠിനമായ തപോനിഷ്ഠി കൊണ്ട് പ്രീതിപ്പെടുത്തിയ ഇവനെ എങ്ങനെയാണ് അവൻ ആവശ്യപ്പെട്ടത് കൊടുക്കാതെ അയക്കുന്നത്? ഇത് കേട്ട് പരമശിവൻ പറഞ്ഞു, പാണ്ഡവന്മാർ അജയ്യരാണ്. അവർക്ക് തുണയായി നിൽക്കുന്നത് ദ്വാരകനാഥനായ സാക്ഷാൽ നാരായണനാണ്. അദ്ദേഹത്തോടൊപ്പം അർജുനനും കൂടി ചേരുമ്പോൾ അവർ നരനാരായണന്മാരാകും. അവരെ ജയിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് അർജുനനെ ഒഴുകി ബാക്കിയുള്ളവരെ നീ കേവലം ഒരു ദിവസത്തേക്ക് ജയിക്കും. ചന്ദ്രശേഖരൻ ഇപ്രകാരം അനുഗ്രഹിച്ചിട്ട് മറഞ്ഞു. ജയദ്രഥന് തൃപ്തിയായില്ല. എങ്കിലും മറ്റു മാർഗമൊന്നും കാണാഞ്ഞതിൽ രാജധാനിയിലേക്ക് തന്നെ അവൻ മടങ്ങി. അങ്ങനെ പാണ്ഡവന്മാർ മറ്റു വിശേഷണ സംഭവങ്ങളൊന്നും കൂടാതെ കാമികവനത്തിലെ താമസം തുടർന്നു. അങ്ങനെയിരിക്കെ മാർക്കണ്ഡേയ മഹർഷി വീണ്ടും അവിടെ എത്തി. പാണ്ഡവന്മാർ സന്തോഷിച്ചു. അദ്ദേഹം ഏതാനും ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. ഒരു ദിവസം എല്ലാവരും കൂടിയിരുന്നപ്പോൾ യുധിഷ്ഠിരൻ മുനിയോട് ചോദിച്ചു, അല്ലയോ മഹർഷി, ഞാൻ എന്നെപ്പറ്റി എൻ്റെ സഹോദരന്മാരെ പറ്റിയോ രാജ്യത്തെക്കുറിച്ചോ അല്ല കൂടുതലായി ചിന്തിച്ച് ദുഃഖിക്കുന്നത്. എൻ്റെ ദുഃഖം കൂടുതലായി ഈ കൃഷ്ണാദേവിയെക്കുറിച്ചാണ്. പാർശ്വതി അനുയോജിതയായ അഗ്നിമധ്യത്തിൽ നിന്ന് ജനിച്ചവളാണ്. ഇവൾ നിന്ദ്യകർമ്മങ്ങളിൽ ഒന്നും ഏർപ്പെട്ടിട്ടില്ല. ജയദ്രഥൻ അപഹരിച്ചു കൊണ്ടുപോയ ദ്രൗപദിയെ വീണ്ടെടുത്തത് ശരി തന്നെ. എങ്കിലും ധർമ്മചാരിണിയായ ഞങ്ങളുടെ പത്നി ഇപ്രകാരം പാപപരിഹാരണത്തിന് എങ്ങനെ പാത്രമായി? പാഞ്ചാലിക്ക് ഈ ആപത്ത് സംഭവിക്കുവാൻ എന്താണ് കാരണം? പ്രാരാബ്ധമെന്നും പറയാം. എന്നാലും നല്ലവർക്ക് നല്ല പ്രാരാബ്ധമല്ലാതെ ചീത്ത പ്രാരാബ്ധം എങ്ങനെ ഉണ്ടാകുന്നു? എല്ലാവർക്കും നിർഭാഗ്യമുണ്ടാവാറുണ്ട്. എന്നാൽ എന്നേക്കാൾ നിർഭാഗ്യവനായ ഒരാളെ പറ്റി അങ്ങ് കേട്ടിട്ടുണ്ടോ? യുധിഷ്ഠിരന്റെ ചോദ്യം കേട്ടപ്പോൾ മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു, ശ്രീരാമനും സീതാദേവിയും നിങ്ങളെക്കാൾ വളരെയധികം നിർഭാഗ്യവാന്മാരായിരുന്നു. അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ ഒരംശം മാത്രമേ നിങ്ങൾ അനുഭവിക്കുന്നുള്ളൂ. മഹർഷി ശ്രീരാമന്റെയും സീതാദേവിയുടെയും കഥ മുഴുവൻ വിസ്തരിച്ച് പാണ്ഡവന്മാരെ പറഞ്ഞു കേൾപ്പിച്ചു. അദ്ദേഹം എന്നിട്ട് തുടർന്നു, ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമായിരുന്നു. ലക്ഷ്മി ദേവിയുടെ അവതാരമായിട്ടാണ് ജാനകി ജനിച്ചത്. അവളും പാഞ്ചാലിയെ പോലെ അനുയോജ്യയായിരുന്നു. അവളെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയില്ലേ? എന്തൊക്കെ അപവാദം ആ ദേവി കേൾക്കേണ്ടി വന്നു. അവസാനം സ്വന്തം ഭർത്താവ് തന്നെ അവളെ പരിത്യജിച്ചില്ലേ? അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൃഷ്ണാദേവിയുടെ കഷ്ടപ്പാടുകൾ നിസാരങ്ങളല്ലേ? യുധിഷ്ഠിര, ദ്രൗപദിയേക്കാൾ ഏറെ ദുഃഖിക്കേണ്ടി വന്ന ഒരു രാജപുത്രിയുടെ കഥ ഞാൻ പറയാം. അതും കൂടി നീ കേൾക്കുക. അങ്ങനെ മാർക്കണ്ഡേയ മഹർഷി കഥ തുടർന്നു. മദ്ര രാജ്യത്തെ രാജാവായിരുന്നു അശ്വപതി. അദ്ദേഹം സത്യസന്ധനും ധർമ്മിഷ്ഠനും പ്രജാവത്സലനുമായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ ആരാധിച്ചു. പ്രജകൾ അദ്ദേഹത്തെ ഉള്ളഴിഞ്ഞ് സ്നേഹിച്ചു. അദ്ദേഹത്തിന് സന്താനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തന്മൂലം അതീവ ദുഃഖിതനായിരുന്നു. പല സൽക്കർമ്മങ്ങളും യജ്ഞങ്ങളും കഴിച്ചിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല. നിരാശനായ അദ്ദേഹം രാജ്യഭാരം മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ട് കാട്ടിലേക്ക് പോയി. സൂര്യകന്യകെ, ഗായത്രി മന്ത്രത്തിന്റെ അധിഷ്ഠാന ദേവതയുമായ സാവിത്രിയെ പ്രീതിപ്പെടുത്തുവാനായി അദ്ദേഹം തപസ് ചെയ്തു. അദ്ദേഹത്തിന്റെ തീവ്രമായ തപസ്സിൽ തൃപ്തിയായ സാവിത്രി ദേവി അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തനിക്ക് ഉത്തമന്മാരായ പുത്രന്മാരുണ്ടാകണമെന്ന് അദ്ദേഹം ദേവിയോട് അപേക്ഷിച്ചു. കർമ്മദോഷം കൊണ്ട് അദ്ദേഹത്തിന് പുത്രന്മാർ ഉണ്ടാവാനുള്ള കർമ്മമില്ലെന്നും എന്നാൽ ഒരു പുത്രി ഉണ്ടാവുമെന്നും അനുഗ്രഹിച്ചിട്ട് ദേവി മറഞ്ഞു. രാജാവ് അരമനയിലേക്ക് മടങ്ങി. കാലാന്തരത്തിൽ അദ്ദേഹത്തിനൊരു പുത്രി ജനിച്ചു. സാവിത്രി ദേവിയുടെ കൃപാകടാക്ഷം കൊണ്ടുണ്ടായ പുത്രിയായതിനാൽ അവൾക്ക് സാവിത്രി എന്ന് പേരിട്ടു. അവളെ രാജാവും രാജ്ഞിയും ലാളിച്ചു വളർത്തി. അവൾ അംഗലാവണ്യം വഴിഞ്ഞൊഴുകുന്ന ഒരു യുവതിയായി മാറി. വിവാഹപ്രായമായിട്ടും അവൾക്ക് അനുരൂപനായ ഒരു വരനെ കണ്ടുകിട്ടിയില്ല. തന്മൂലം മാതാപിതാക്കന്മാർ ദുഃഖിച്ചു. കന്യക തന്നെ രാജ്യാന്തരങ്ങളിൽ അമാത്യന്മാരോടൊപ്പം സഞ്ചരിച്ച് ഇഷ്ടപ്പെട്ട വരനെ കണ്ടുപിടിക്കുന്ന പതിവ് അക്കാലത്തുണ്ടായിരുന്നു. അപ്രകാരം സാവിത്രി തന്നെ വരനെ കണ്ടുപിടിക്കട്ടെ എന്ന് രാജാവ് നിശ്ചയിച്ചു. അങ്ങനെ അമാത്യന്മാരോടും അംഗരക്ഷകരോടും കൂടി അവൾ അനവധി രാജ്യങ്ങളിൽ സഞ്ചരിച്ചു. അവസാനം അനുരൂപനായ ഒരാളെ കണ്ടുപിടിച്ച് അവൾ അരമനയിൽ മടങ്ങിയെത്തി. അവൾ അരമനയിലെത്തുമ്പോൾ നാരദ മഹർഷിയും രാജാവും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദേവാംഗനയെ പോലെ സുഭഗയായ യൗവനയുക്തമായ സാവിത്രിയെ കണ്ടപ്പോൾ നാരദി മഹർഷി ചോദിച്ചു, രാജാവേ, എന്തുകൊണ്ടാണ് ഇതുവരെയായി ഇവള് വിവാഹം നടത്താതിരുന്നത്? രാജാവ് മറുപടി പറഞ്ഞു, മഹർഷി, വരനെ തേടിപ്പോയി അവൾ മടങ്ങി വന്നിരിക്കുകയാണ്. അവൾ ആരെയാണ് ഭർത്താവായി വരിക്കുന്നതെന്ന് അങ്ങ് തന്നെ അവളോട് ചോദിച്ചാലും. മഹർഷിയുടെ ചോദ്യത്തിന് ഉത്തരമായി സാവിത്രി പറഞ്ഞു, ദ്യൂമൽ സേനൻ സ്വാൽവരാജ്യത്തെ രാജാവായിരുന്നു. അദ്ദേഹം കുരുടനായി തീർന്നു. അദ്ദേഹത്തിന്റെ ശത്രുവായ അയൽ രാജ്യത്തെ രാജാവ് സാൽവരാജ്യം പിടിച്ചടക്കി.
തന്മൂലം അന്ധനായ ദ്യുമൽസേനൻ രാജ്ഞിയോടും ബാലനായ തന്റെ പുത്രനോടും കൂടി വനത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അവർ വനത്തിൽ തപസ്സിലേർപ്പെട്ട് കഴിഞ്ഞുകൂടുകയാണ്. അവരുടെ ബാലനായ പുത്രൻ വളർന്നിപ്പോൾ യൗവനയുക്തനായി തീർന്നിരിക്കുന്നു. അദ്ദേഹം എനിക്ക് അനുരൂപനായ ധർഭർത്താവായിരിക്കും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വരിച്ചു. അദ്ദേഹത്തിന്റെ പേര് സത്യവാൻ എന്നാണ്. നാരദൻ ഇത് കേട്ടപ്പോൾ ഒന്നും പറയാതെ മൂകനായിരുന്നു. ഇത് കണ്ട രാജാവ് ചോദിച്ചു, മഹാഋഷി, അങ്ങെന്താണ് ഒന്നും പറയാത്തത്? സത്യവാൻ എൻ്റെ മകൾക്ക് ചേർന്ന ഭർത്താവായിരിക്കുകയില്ലേ? നാരദൻ പറഞ്ഞു, രാജാവേ, സത്യവാൻ ഉത്തമനായ ഒരു ഭർത്താവായിരിക്കും. അവനവൻ്റെ പേരിനെ അനർത്ഥമാക്കുന്ന വിധത്തിൽ സത്യസന്ധനാണ്. അവൻ തേജസ്വിയാണ്, ബുദ്ധിമാനാണ്, വീരനാണ്, ക്ഷമാവനാണ്, ഉദാരനാണ്, പ്രിയദർശനനാണ്. ഒരു പുരുഷന് വേണ്ട എല്ലാ ഗുണങ്ങളും അവനിലുണ്ട്. പക്ഷേ നാരദൻ കൂടുതൽ പറയാതെ അർദ്ധശോക്തിയിൽ വിരമിച്ചു. രാജാവിന് ആകാംക്ഷയേറി. മുനെ, അങ്ങ് എന്താണ് പക്ഷേ എന്ന് പറഞ്ഞത്, നിർത്തിക്കളഞ്ഞത്? രാജാവ് ചോദിച്ചു. നാരദൻ മറുപടിയായി പറഞ്ഞു, അവൻ്റെ എല്ലാ ഗുണങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന ഒരു ദോഷം അവനുണ്ട്. ഇന്നേക്ക് 1 വർഷം തികയുന്ന ദിവസം അവൻ മരിച്ചുപോകും. രാജാവ് ഇത് കേട്ടപ്പോൾ ഞെട്ടി. വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ മകൾ വിധവയാകുമെന്ന കാര്യം രാജാവിന് ചിന്തിക്കുവാൻ പോലും കഴിഞ്ഞില്ല. സത്യവാനെ വിട്ട് മറ്റേ ആരെങ്കിലും തിരഞ്ഞെടുക്കുവാൻ അദ്ദേഹം മകളെ ഗുണദോഷിച്ചു, നിർബന്ധിക്കുക തന്നെ ചെയ്തു. എന്നാൽ നാരദൻ പറഞ്ഞത് കേട്ടിട്ട് സാവിത്രിക്ക് ഒരു കൂസലും ഉണ്ടായില്ല. അവൾ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയില്ല. അവൾ ദൃഢചിത്തയായി പറഞ്ഞു, അദ്ദേഹം ദീർഘായുസോ അല്പായുസോ ആകട്ടെ, ഞാനൊരിക്കൽ അദ്ദേഹത്തെ പതിയായി വരിച്ചു. ഇനി മറ്റൊരാളെ ഞാൻ ഭരിക്കുകയില്ല. സാവിത്രിയുടെ ഖണ്ഡിതമായ തീരുമാനം കേട്ടപ്പോൾ നാരദന് സന്തോഷമാണ് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു, രാജാവേ, സാവിത്രി ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നു. അവളെ തടയണ്ട. അവളുടെ മനസ്സിന് ഉറപ്പുണ്ട്. അവളുടെ ആഗ്രഹപ്രകാരം കല്യാണം നടത്തിക്കൊടുക്കുക. രാജാവ് ഇതിന് സമ്മതിച്ചു. നാരദ മഹർഷി അവിടുന്ന് യാത്രയായി. അശ്വപതി മകളെയും കൂട്ടി അമാത്യന്മാരോടും അനുചരന്മാരോടും കൂടി ദ്യുമൽസേനന്റെ ആശ്രമത്തിലെത്തി. തപസ്സിലേർപ്പെട്ടിരിക്കുന്ന അന്ധനായ അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് നമസ്കരിച്ചു. താൻ മദ്രരാജാവായ അശ്വപതിയാണെന്നും തന്റെ മകളെ സത്യവാന് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ ആഗ്രഹിച്ച് വന്നിരിക്കുകയാണെന്നുള്ള വിവരം ദ്യുമൽസേനനെ അറിയിച്ചു. ദ്യുമൽസേനനെ അശ്വപതി അറിയിച്ച ഇത് വിശ്വസിക്കാൻ തന്നെ കഴിഞ്ഞില്ല. അദ്ദേഹം ചോദിച്ചു, രാജ്യം നഷ്ടപ്പെട്ട് കാട്ടിൽ വന്ന് തപസ് ചെയ്ത് കഴിയുന്നവരാണ് ഞങ്ങൾ. അങ്ങയുടെ പുത്രി രാജകൊട്ടാരത്തിൽ ജീവിക്കുന്നവളാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഈ ആശ്രമത്തിൽ വന്ന് പാർക്കുവാൻ അവൾക്കെങ്ങനെ സാധിക്കും? അശ്വപതി മറുപടി പറഞ്ഞു, സുഖവും ദുഃഖവും വരികയും പോവുകയും ചെയ്യുമെന്ന് നല്ലതുപോലെ അറിവുള്ളവളാണ് എൻ്റെ മകൾ. സുസ്ഥിരമില്ലാത്ത സുഖദുഃഖങ്ങളെ ഞങ്ങൾ വകവയ്ക്കുന്നില്ല. കുലമഹിമ നമുക്ക് ഒരേപോലെയാണ്. അതുകൊണ്ട് എൻ്റെ മകളെ അങ്ങയുടെ സ്വനിഷ്ഠയായി സത്യവാന്റെ ഭാര്യയായി സ്വീകരിച്ചാലും. ദ്യുമൽസേനൻ വിവാഹത്തിന് സമ്മതിച്ചു. ആശ്രമവാസികളായ വിപ്രന്മാരെയെല്ലാം ക്ഷണിച്ചു വരുത്തി യഥാവിധി വിവാഹം നടത്തി. അശ്വപതി സ്വന്തം രാജധാനിയിലേക്ക് മടങ്ങിപ്പോയി. മനസ്സിൽ ആഗ്രഹിച്ച ഭർത്താവിനെ ലഭിച്ചതുകൊണ്ട് സാവിത്രിയും സൽഗുണസമ്പന്നയായ ഭാര്യയെ ലഭിച്ചതുകൊണ്ട് സത്യവാനും ഒരുപോലെ സന്തോഷിച്ചു. അച്ഛൻ കൊട്ടാരത്തിലേക്ക് മടങ്ങിക്കഴിച്ച ഉടൻ തന്നെ സാവിത്രി ആഭരണങ്ങളെല്ലാം അഴിച്ചുവെച്ചു. രാജകീയമായ ഉടയാടകൾക്ക് പകരം വൽക്കലവും കാഷായ വസ്ത്രവും ധരിച്ചു. തൻ്റെ ഭർത്താവിനെയും വൃദ്ധരായ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരെയും ശുശ്രൂഷിക്കുകയും അവരോടൊപ്പം ഈശ്വര ഭജനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അവൾ എല്ലാവരെയും സന്തോഷിപ്പിച്ചു. എന്നാൽ അപ്പോഴൊക്കെ നാരദൻ പറഞ്ഞ വാക്കുകൾ അവളുടെ ഹൃദയത്തെ നീട്ടിക്കൊണ്ടേയിരുന്നു. കാലമാകുന്ന രഥം മുന്നോട്ടുരുണ്ടുകൊണ്ടേയിരുന്നു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. നാരദൻ പറഞ്ഞ നിർണായകമായ ദിവസത്തിന് 4 ദിവസം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. സാവിത്രി 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസം ആരംഭിച്ചു. ഈ ദിവസങ്ങളിൽ അവൾ ധ്യാന നിമഗ്നയായി ഏകാഗ്രമായി ഈശ്വരഭജനം നടത്തി. 4-ാമത്തെ ദിവസം സൂര്യൻ ഉദിച്ചപ്പോൾ അവൻ ധ്യാനത്തിൽ നിന്നുണർന്നു. നാരദൻ പറഞ്ഞതനുസരിച്ച് അന്ന് സത്യവാന്റെ മരണം സംഭവിക്കേണ്ടതാണ്. വ്രതം അവസാനിപ്പിച്ചതുകൊണ്ട് എന്തെങ്കിലും ആഹാരം കഴിക്കുവാൻ അവളുടെ ശുശ്രൂവും ശിശ്വരനും അവളെ നിർബന്ധിച്ചു. എന്നാൽ അവൾ അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയില്ല. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ആഹാരം കഴിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. സത്യവാൻ പതിവ് പോലെ വിറക് ശേഖരിക്കുവാനായി വനത്തിലേക്ക് പോകുവാൻ തയ്യാറായി. സാവിത്രിയും അന്ന് സത്യവാനെ അനുഗമിക്കുന്നതിന് തീരുമാനിച്ചു. സത്യവാനും മാതാപിതാക്കളും അവളെ വിലക്കിയെങ്കിലും അവൾ സത്യവാനോടുകൂടി പോവുക തന്നെ ചെയ്തു. അവർ വനത്തിലെത്തി. ചമതയും ദർഭയും പഴങ്ങളും മറ്റും ശേഖരിച്ചു. അതിനുശേഷം സത്യവാൻ വിറകിനു വേണ്ടി മരക്കൊമ്പ് മുറിക്കുവാൻ ഒരു മരത്തിൽ കയറി. അവന് തല കറങ്ങുന്നത് പോലെ തോന്നി. വേഗത്തിൽ താഴെ ഇറങ്ങി.
ഇതെല്ലാം സസൂക്ഷ്മം നോക്കിക്കൊണ്ടിരുന്ന സാവിത്രി ഓടിച്ചെന്നവനെ താങ്ങിപ്പിടിച്ച് മടിയിൽ കിടത്തി. അധികം താമസിയാതെ സത്യവാൻ തളർന്ന് കണ്ണുകൾ പൂട്ടി ഗാഠനിദ്രയിലാണ്ടു. സാവിത്രിക്ക് കാര്യം മനസ്സിലായി. നാരദൻ പറഞ്ഞതനുസരിച്ച് അന്ന് സത്യവാന്റെ മരണ ദിവസമാണ്. സാവിത്രിക്ക് പരിഭ്രമമായി. അവൾ ചുറ്റുപാട് നോക്കി. അസാധാരണമായ തേജസ്സുള്ള ഒരു പുരുഷൻ തൻ്റെ സമീപം നിൽക്കുന്നതായി സാവിത്രി കണ്ടു. സത്യവാന്റെ ശിരസ് മടിയിൽ താഴേക്ക് വെച്ചിട്ട് അവൾ എഴുന്നേറ്റു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ദിവ്യാത്മാവിനെ നമസ്കരിച്ചിട്ട് അദ്ദേഹം ആരാണെന്നും എന്തിനു വന്നതെന്നും തിരക്കി. ആഗതൻ പുഞ്ചിരിച്ചു. തൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ സാവിത്രി ഭയപ്പെടുമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഞാൻ യമനാണ്, സത്യവാന്റെ ജീവൻ കൊണ്ടുപോകുവാൻ വന്നതാണ്, ആഗതൻ പറഞ്ഞു. യമകിങ്കരന്മാരുടെ ആഗമനം പ്രതീക്ഷിച്ചിരുന്ന സാവിത്രിക്ക് ഭയത്തിനു പകരം ആശ്ചര്യമാണ് ഉണ്ടായത്. അവൾ ചോദിച്ചു, ദേവാ, മനുഷ്യരുടെ ജീവൻ കൊണ്ടുപോകുന്നതിന് യമദൂതന്മാർ എത്തുമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഭവാൻ തന്നെ നേരിട്ട് വരാൻ കാരണം എന്താണ്? യമൻ പറഞ്ഞു, സത്യവാൻ പരമധാർമ്മികനും സൽഗുണസമ്പന്നനുമായതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് വന്നതാണ്. കയ്യിലുണ്ടായിരുന്ന കയർ വീശി സത്യവാന്റെ ജീവൻ ബന്ധിച്ചു. അപ്പോൾ അവന്റെ ശ്വാസം നിന്നു. ശരീരം നിശ്ചേഷ്ടമായി. സത്യവാൻ മരിച്ചു. യമൻ സത്യവാന്റെ ജീവനും കയ്യിലേന്തി തെക്കോട്ട് നടന്നു. സാവിത്രി യമനെ പിന്തുടർന്നു. ഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോയി സത്യവാന് വേണ്ട ശേഷക്രിയകൾ ചെയ്യുവാൻ യമൻ സാവിത്രിയോട് നിർദ്ദേശിച്ചു. ഇപ്പോൾ വന്നിടത്തോളമല്ലാതെ ഇതിൽ കൂടുതൽ തന്റെ പിന്നാലെ വരുവാൻ സാവിത്രിക്ക് സാധ്യമല്ലെന്നും യമധർമ്മൻ പറഞ്ഞു. സാവിത്രി മറുപടി പറഞ്ഞു, പ്രഭോ, എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ അങ്ങ് എങ്ങോട്ട് കൊണ്ടുപോകുന്നുവോ അവിടേക്ക് ഞാനും വരുന്നു. ഞാൻ ധർമ്മത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. ധർമ്മത്തിനായി എൻ്റെ ഭർത്താവിനെ ഏതിടത്തിലും എനിക്ക് പിന്തുടരുക തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. സാവിത്രിയുടെ ദൃഢനിശ്ചയത്തിലും പ്രതിഭാഭക്തിയിലും സന്തുഷ്ടനായ യമധർമ്മൻ സത്യവാന്റെ ജീവൻ ഒഴിച്ച് ബാക്കി എന്തെങ്കിലും വരം ചോദിച്ചു കൊള്ളുവാൻ അവളോട് പറഞ്ഞു. അന്ധനായ തൻ്റെ ശുശ്വരന് കാഴ്ച ലഭിക്കണമെന്നായിരുന്നു സാവിത്രി ആവശ്യപ്പെട്ടത്. അപ്രകാരമായി തീരുമെന്ന് പറഞ്ഞ് അവളെ അനുഗ്രഹിച്ചിട്ട് മടങ്ങിപ്പോകുവാൻ യമൻ നിർദ്ദേശിച്ചു. എന്നാൽ അവൾ അതിന് തയ്യാറായില്ല. അവൾ യമധർമ്മന്റെ ധർമ്മബുദ്ധിയെ വാഴ്ത്തി സ്തുതിച്ചു. അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ചലിപ്പിക്കത്തക്കവണ്ണം വീണ്ടും സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്നു. രണ്ടാമതൊരു വരം കൊടുക്കുവാൻ യമൻ സന്നദ്ധനായി. ശശ്വരന് നഷ്ടപ്പെട്ട രാജ്യവും ഐശ്വര്യവും തിരികെ കിട്ടണമെന്നായിരുന്നു സാവിത്രി ആവശ്യപ്പെട്ടത്. യമധർമ്മൻ അത് സഫലമാകുമെന്ന് പറഞ്ഞ് അവളെ അനുഗ്രഹിച്ചു. ഇനിയുമെങ്കിലും കൂടുതൽ നടന്ന ക്ഷീണവും ബുദ്ധിമുട്ടും അനുഭവിക്കാതെ മടങ്ങിപ്പോകണമെന്നാവശ്യപ്പെട്ട യമനോട് സാവിത്രി ചോദിച്ചു, എല്ലായിടങ്ങളിലും ഒരേപോലെ പ്രശോഭിക്കുന്ന സൂര്യദേവന്റെ പുത്രനാണല്ലോ അങ്ങ്. സർവഭൂതങ്ങളെയും ധർമ്മത്താൽ നിലനിർത്തുന്ന ധർമ്മരാജാവും അങ്ങ് തന്നെയാണ്. ഇപ്രകാരം വിഖ്യാതനായ ഭവാനെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ ഞാൻ പിന്തുടരുമ്പോൾ എങ്ങനെയാണ് എനിക്ക് ബുദ്ധിമുട്ടും ക്ഷീണവും ഉണ്ടാവുക? യമധർമ്മന്റെ മനസ്സ് വീണ്ടും ആർദ്രമായി. സാവിത്രിക്ക് 2 വരങ്ങൾ കൂടി കൊടുക്കുവാൻ അദ്ദേഹം തയ്യാറായി. സാവിത്രി പറഞ്ഞു, പുത്രനില്ലാത്ത എൻ്റെ പിതാവിന് 100 പുത്രന്മാരുണ്ടാകണം. ഇതാണ് ഞാൻ ആവശ്യപ്പെടുന്ന 3ാമത്തെ വരം. എനിക്ക് സത്യവാനിൽ നിന്ന് 100 പുത്രന്മാർ ജനിക്കണമെന്നാണ് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്ന 4ാമത്തെ വരം. യമൻ ഈ 2 വിവരങ്ങളും കൂടി നൽകി. ഇപ്പോൾ തന്നെ വളരെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞുവെന്നും ഇനിയും നടന്ന് തളരാതെ പിന്തിരിയണമെന്നും യമധർമ്മൻ സാവിത്രിയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ സാവിത്രി പറഞ്ഞു, പ്രഭു, നിത്യമായ ധർമ്മനിഷ്ഠയിൽ എന്നും ഉറച്ചു നിൽക്കുന്നവരാണല്ലോ സത്തുക്കൾ. സത്യവാനിൽ നിന്നും 100 പുത്രന്മാരുണ്ടാകുമെന്ന് അങ്ങ് വരം തന്നനുഗ്രഹിച്ചു. എന്നിട്ടും അങ്ങ് സത്യവാന്റെ ജീവൻ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? സത്യവാൻ ജീവിക്കുന്നത് അനുവദിച്ചാലും ഭവാന്റെ വാക്കുകൾ സത്യമായി വരട്ടെ. തനിക്ക് അമ്മളി പറ്റിയെന്ന് യമധർമ്മന് മനസ്സിലായി. എങ്കിലും അദ്ദേഹത്തിന് യാതൊരു പരിഭവവും സാവിത്രിയോട് തോന്നിയില്ല. സത്യവാനോട് അവൾക്കുള്ള ദൃഢാനുരാഗത്തെപ്പറ്റിയും അവളുടെ പാതിവൃത്യത്തിന്റെ പരിശുദ്ധിയെപ്പറ്റിയും ബോധ്യമായ അദ്ദേഹം സന്തുഷ്ടനായി. സത്യവാന്റെ ജീവൻ തിരിച്ചു നൽകി ദീർഘസുമംഗലി ആയിരിക്കുമെന്ന് അനുഗ്രഹിച്ചിട്ട് യമൻ മറഞ്ഞു. സാവിത്രിക്ക് തൻ്റെ സ്വന്തം ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായി. അവൾ സത്യവാൻ കിടന്നിരുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോയി. സത്യവാൻ അപ്പോഴും ഉറങ്ങുന്നത് പോലെ തറയിൽ കിടക്കുകയായിരുന്നു. സാവിത്രി സത്യവാന്റെ തല താങ്ങിയെടുത്ത് തൻ്റെ മടിയിൽ വെച്ചു. നിമിഷങ്ങൾക്കകം സത്യവാൻ കണ്ണു തുറന്നു. ഒരു ദീർഘയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോഴുണ്ടാകുന്ന സ്നേഹവായ്പോടെ അവൻ തൻ്റെ പ്രിയതമയെ നോക്കി. സാവിത്രി കോൾമേർ കൊണ്ടു. ഹർഷബാഷ്പം ചുരിഞ്ഞു. സത്യവാൻ സാവധാനം എഴുന്നേറ്റു.
സമയം അപ്പോഴേക്കും അർദ്ധരാത്രിയായി കഴിഞ്ഞിരുന്നു. എങ്ങും കൂരിരുട്ട് വ്യാപിച്ചിരുന്നു. എങ്കിലും വളരെ പ്രയാസപ്പെട്ട് അവർ ആശ്രമത്തിലേക്ക് നടന്നു. ആശ്രമത്തിൽ ഉണ്ടായിരുന്ന ദ്യുമൽസേനന് പെട്ടെന്ന് കണ്ണിന് കാഴ്ചയുണ്ടായി. തൻ്റെ ചുറ്റുപാടുമുള്ളതെല്ലാം കാണുവാൻ കഴിഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചുവെന്നറിയാതെ അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. കാട്ടിലേക്ക് പോയ തൻ്റെ മകനും മരുമകളും രാത്രിയായിട്ടും മടങ്ങി വന്നിട്ടില്ല. ദ്യുമൽസേനൻ സമീപത്തുള്ള ആശ്രമത്തിലൊക്കെ പോയി അവരെ തിരക്കി. ആർക്കും സത്യവാനെപ്പറ്റി ഒരറിവുമില്ലായിരുന്നു. അത്യന്തം ദുഃഖിതനായ ദ്യുമൽസേനനെ സമാധാനിപ്പിക്കുവാനായി മറ്റു മുനിമാർ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെത്തി. അപ്പോഴേക്കും സത്യവാനും സാവിത്രിയും ആശ്രമത്തിൽ വന്നു ചേർന്നു. അച്ഛൻ്റെ കണ്ണിന് കാഴ്ച ലഭിച്ചുവെന്നറിഞ്ഞപ്പോൾ സത്യവാൻ നിസീമമായി ആഹ്ലാദിച്ചു. അതെങ്ങനെ സംഭവിച്ചുവെന്ന് അത്ഭുതം കൂറി നിന്നവരോടെല്ലാം സാവിത്രി നടന്ന കാര്യങ്ങൾ വിസ്തരിച്ചു പറഞ്ഞു. എല്ലാവരും സാവിത്രിയുടെ സിദ്ധി വൈഭവങ്ങളെയും പാതിവൃത്യത്തിൻ്റെ മാഹാത്മ്യത്തെയും പ്രകീർത്തിച്ചു. അടുത്ത ദിവസം കാലത്ത് സാൽവരാജ്യത്തിൽ നിന്ന് മന്ത്രിമാരും ധാരാളം പൗരമുഖ്യന്മാരും ചതുരംഗപ്പടയോടും കൂടി ദ്യുമൽസേനന്റെ ആശ്രമത്തിലെത്തി. അദ്ദേഹത്തിന്റെ ശത്രുവിനെ വധിച്ച് രാജ്യം വീണ്ടെടുത്ത സന്തോഷ വാർത്ത അറിയിക്കുവാനാണ് അവരെല്ലാം എത്തിയത്. ഇതും കൂടി അറിഞ്ഞപ്പോൾ എല്ലാവരുടെയും സന്തോഷം ശതഗുണീഭവിച്ചു. ദ്യുമൽസേനൻ സാൽവരാജ്യത്തിലേക്ക് തിരിച്ചുപോയി. പഴയതുപോലെ പ്രജോക്ഷിതമരമായി രാജ്യഭാരം ചെയ്തു. സത്യവാനെ യുവരാജാവായി അഭിഷേകം ചെയ്തു. പിന്നീട് അദ്ദേഹം രാജാവാകുകയും സന്താന സൗഭാഗ്യത്തോടെ അനേക വർഷം രാജ്യം ഭരിക്കുകയും ചെയ്തു. ഇതായിരുന്നു സത്യവാന്റെയും സാവിത്രി ദേവിയുടെയും കഥ. ഹേ യുധിഷ്ഠിര, ഇങ്ങനെ അച്ഛൻ, അമ്മ, ശശ്വരൻ, ശശ്രു, ഭർത്താവ് എന്നിവരെയെല്ലാം ആപത്തിൽ നിന്ന് സാവിത്രി കരകയറ്റി. അപ്രകാരം പാഞ്ചാലി സാവിത്രിയെപ്പോലെ നിങ്ങൾക്കെല്ലാം ഉത്കർഷമുണ്ടാക്കും. മാർക്കണ്ഡേയ മഹർഷി പാണ്ഡവരെ അനുഗ്രഹിച്ചിട്ട് അവിടെ നിന്ന് യാത്രയായി. പാണ്ഡവരുടെ വനവാസത്തിന്റെ കാലം അവസാനിക്കുവാറായി. 1 വർഷം അജ്ഞാതവാസം കൂടി കഴിഞ്ഞാൽ അവർക്ക് രാജ്യം തിരിച്ചെടുക്കാൻ ദുര്യോധനൻ ബാധ്യസ്ഥനാണ്. എന്നാൽ അവനതിന് സന്നദ്ധമാവുകയില്ലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ യുദ്ധം അനിവാര്യമായി തീരും. ഇരുഭാഗത്തും പേര് കേട്ട അനേകം പേർ യോദ്ധാക്കളായി ഉണ്ടായിരിക്കും. കൗരവപക്ഷത്ത് കർണനാണ് ഏറ്റവും സമർത്ഥനായ വില്ലാളി. അവൻ അമൃതോത്ഭവമായ കവചത്തോടും ദിവ്യമായ കുണ്ടലങ്ങളോടും കൂടി ജനിച്ചവനാണ്. അത് ശരീരത്തിൽ നിന്നുള്ളിടത്തോളം കാലം അവൻ അജയ്യനായിരിക്കും. അർജുനന് പോലും അവനെ കൊല്ലുവാൻ കഴിയാതെയാവും. ഇതെല്ലാം ദേവന്മാർക്കും അറിയാം. അവർ ഇതേപ്പറ്റി ആലോചിച്ചു. പാണ്ഡവരോട് പൊതുവായും അർജുനനോട് പ്രത്യേകമായും വാത്സല്യമുള്ള ദേവേന്ദ്രനാണ് ഇക്കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ചത്. തുടരും.